ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വ്ളോഗ്. അപ്പോ സൺഡേ ഫ്രീ ആയപ്പോ അല്ല, കൊല്ലങ്ങൾക്ക് ശേഷമാണ് വ്ളോഗ് ഇടുന്നത്. ഒരു അക്കൗണ്ട് ഉണ്ടുള്ളൂ, വ്ളോഗ് ഒന്നും ഇടലില്ല. അപ്പോ ഇന്നത്തെ പരിപാടി ചുരുക്കി പറഞ്ഞാല്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളൊരു വ്ളോഗറാണ്. ഐ മീൻ ഞങ്ങളവിടെ ഓളെ ഇനോഗ്രേഷൻ അല്ല, കുടിൽക്കൽ. അപ്പോ അതിന് പോവാൻ ഞങ്ങൾ അങ്ങ് പ്ലാൻ ചെയ്ത്. അപ്പൊ അയക്കുള്ള ഒരു വെറൈറ്റി ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം. അതുപോലെ നമുക്ക് ബിസ്ക്കറ്റ് കൊടുത്താലോ പൊന്നോ? ബിസ്ക്കറ്റ് കെട്ടിക്കാണ്ട് നമുക്ക് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കിട്ടും. നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഒരു ഇതാക്കി തരും, എന്താണ് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരും. അപ്പൊ അതും കൂടി ഒക്കെ കൊടുത്തിട്ടൊന്ന് വെറൈറ്റി ആക്കാന്നുള്ളൊരു പ്ലാനിലാണ്. ത്രില്ലാവും. അപ്പോ എല്ലാരും എക്സാം ഒക്കെ കഴിഞ്ഞ് ഓണപ്പൂട്ടിലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. എങ്ങനെയുണ്ട് എക്സാം, എങ്ങനെയുണ്ട് അതിന് ഓണപരിപാടി? ഈ ഡാവും രാജാസിൽ നല്ലൊരു ഓണപരിപാടി ഉണ്ടായിട്ട് ഇവിടെ ഓണപരിപാടി കൂടാൻ നിക്കണ നാണട്ട പൊന്നോ. ദുബായിക്കാരെ കാര്യത്തിൽ 1500 കോടി ഉണ്ടാക്കിയിട്ടല്ല, ബിസിനസ് ഉണ്ട് നല്ല. എടതൊക്കെ പഠിച്ചണ സമയത്ത് ഇങ്ങനത്തെ ലൈഫൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാ പിന്നെ മൊത്തം ഫായിക്കാരം പൊന്നോ. അതെന്തായാലും ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് സങ്കടാവും. ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് പ്ലസ് 2 കഴിഞ്ഞിട്ടൊക്കെ വല്ല ജോലിക്കോ അവിടെയൊക്കെ സ്റ്റെക്ക് അയക്കുമ്പോ ഓരോ കുട്ടികളെ സ്റ്റാറ്റസ് ഇങ്ങനെ കാണും. ഓണപരിപാടിക്ക് ത്രില്ലാവണം. അപ്പൊ പോയാ മതി എന്നുള്ളൊരു തോന്നൽ വരും. അത് ഇനി ഇപ്പൊ പോയിക്കോണ്ടി. ഇപ്രാവശ്യം എനിക്ക് കഴിഞ്ഞു. ഇനി പ്ലസ് 2 ഉണ്ടാവും. ചിഗമ അടിച്ച് നടന്നാലേ ഒത്തും നടക്കൂല. അപ്പോ നമ്മളിപ്പോ പോകാൻ പോകുന്നത്, നമ്മൾ നെസ്റ്റോ വാങ്ങിച്ചു കൊടുത്താണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് നമ്മളെ കോട്ടക്കൽ നെസ്റ്റോറിലോട്ടാണ്. അവിടെ നമ്മള് ബിസ്ക്കറ്റ് മാത്രം കൊടുക്കുന്നത് മോശമല്ലേ? ബിസ്ക്കറ്റ് ഒരു ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം, പിന്നെ ഒരു ബിസ്ക്കറ്റും കൂടി എടുക്കാം. ശ്രേയ ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഇത്ര വലിയ ഗിഫ്റ്റ് കൊടുത്തേ, രാത്രി പൊട്ടിച്ചേക്കും. അപ്പോ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാം. ഇന്ന് തിരക്കുണ്ടാ നോക്കണം കേട്ടോ. അതാണ് നിയമം തെറ്റിക്കണ്ടല്ലോ, നമുക്ക് നേരെ കയറിയാൽ മതിയല്ലേ. നല്ല കുട്ടികളൊക്കെ ഉണ്ടല്ലോ. നല്ല കുട്ടികളുണ്ടല്ലോ. നല്ല പാട്ടവിടെ ഉണ്ടല്ലോ ഷാഹിദേ. ഞാൻ നാളെ സീനായി. അത് പാട്ടവിടെ കേട്ടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിച്ചിന്റെ വിഷയം വായിച്ചല്ലോ പോറ്റോ. നിങ്ങൾ ഞങ്ങൾ നാട്ടിൽ കുറിച്ച് വരില്ലേ? ഞങ്ങൾ നാടെന്ന് വെച്ചാൽ മലപ്പുറം കോട്ടക്കൽ. അവിടെ രാജാസ് സ്കൂളൊക്കെ ഉണ്ട്. പൊന്നു പൊട്ടൻ അവിടെ പഠിച്ചിരിക്കലും ഒരു വെളിവില്ലാത്ത ചെക്കനാണ്. അല്ല എന്താ കൊടുക്കേണ്ടി? ഞാൻ ഉദ്ദേശിക്കുന്നത് പാർലേജിന്റെ വലിയൊരു ഫാമിലി അതൊന്ന് വാങ്ങാം. അത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് എന്തെങ്കിലും കൊടുത്താ മോശമാവൂലല്ലോ. പേപ്പർ ക്ലാസ് കൊടുത്താലോ? അതല്ല, കല്യാണ പേരിൽ മോശമാണ്. ഓള് നാളെ എല്ലാവരും പറയും അങ്ങനത്തെ ടീം. ഓള് നാളെ സ്റ്റോറി ഇടും, ഒരാള് എനിക്ക് ഇതിന് വന്നിട്ട് ഇതാണ് തന്നതെന്നൊക്കെ പറയണം. അതില്ലാതെ നെക്സ്റ്റ് ആള് കുറവാണ്. നൈസായി നമുക്ക് ഉള്ളിൽ കയറ്റി വരാം. അപ്പൊ സുഹൃത്തുക്കളെ, ഞങ്ങൾ നെസ്റ്റോന്റെ ഉള്ളിൽ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. പൊന്നുന്റെ ആകല്ല ആ കാല് പൊന്തിച്ച് ബാക്കത്ത് അങ്ങനെ പെൺകുട്ടികളാക്കണാരി. എന്താ പൊട്ട, നമ്മക്ക് മേലെ കയറാം. ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് നിങ്ങൾ രണ്ടാളോ ഷൂട്ടിനുണ്ട്. തല തിരിയാകാം. ഇവിടെ നെസ്റ്റോർ എന്താ വെച്ചാല് ഇതിനുള്ളിൽ കയറിയാൽ മറ്റേതുണ്ടാവും. ഓണം ഓഫറുകൾ വമ്പിച്ച വിലക്കുറവ് പറഞ്ഞ് കുറെ ഒച്ച ഉണ്ടാവും. കോപ്പിറൈറ്റ് കിട്ടും. കോപ്പിറൈറ്റ് ഇല്ലെങ്കിൽ അപ്പൊ അതിനെക്കാട്ടി നല്ല എന്ത് ചെയ്യാം, നമുക്ക് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ബിസ്ക്കറ്റ് എടുക്കണം. അവിടുത്തെ കാണിച്ചില്ലേ, വണ്ടി നോക്കായി കേട്ടാ കാര്യം കൊണ്ട്. അപ്പൊ നിൽക്കട്ടെ, അവിടെ ആളുണ്ടോ നോക്കട്ടെ. ആളില്ല തോന്നുന്നു. ആള് കുറവുണ്ട്. ബിസ്ക്കറ്റ് എടുക്കണം അവിടുന്ന് വരെ അല്ലേ? ഇജ്ജ് കൈ അടിച്ചിട്ട് നമുക്ക് അടിച്ചാ. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മറ്റേ ബിസ്ക്കറ്റ് കൂടെ ബോസ് നോക്കി. മറ്റേ വലിയത് കട്ടിക്കണി വലിയ പാർലേജ് ബിസ്ക്കറ്റ്, വലിയ ഫാമിലി പാക്ക് ഇല്ലേ? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പൊന്നു മടിച്ചിട്ട് ഇങ്ങോട്ട് പൊന്തിച്ചു പിടിച്ചാൽ മതി. ബാ മടിച്ചു തൂറി പേടി തൂറി പൊന്നു. ഏതെടുക്ക? ഇത് വേണ്ട, അല്ലെങ്കിൽ കാര്യം ചെയ്താലോ, ഇങ്ങനത്തെ കുറച്ച് എടുത്താലോ. ചെറുത് കുറച്ച് കൂടുതൽ അതൊക്കെ പാട് പെട്ടിയിലാക്കി തരുമോ? അതായത് ഉത്തമ ഇത് ഇതൊക്കെ ഓരോന്നും ആണോ?
വലുതോടെ ശരിക്ക് ഞാൻ നോക്കട്ടെ, റിസ്ക് വേണ്ടല്ലോ, റിസ്ക് വേണ്ട. വരി നമുക്ക് നോക്കാം. നേരെ ചേട്ടാ ഭയങ്കര തള്ളാണ്. ഇവിടെ മുട്ടായിയാണ്. മുട്ടായി വേണ്ട, മുട്ടായി ഉണ്ടാ മുലളി. അതോടെ ബിസ്ക്കറ്റ് ഇവിടെ ടൈഗറിന്റെ ഒക്കെ വലുതുണ്ടാ? ടൈഗർ പാർലേജി അല്ല, എന്തൊരു ഇതാത്, എന്തൊരു ഇതാത്. നിങ്ങൾ എടുക്കും, നിങ്ങൾ നാട് മൊത്തം കാണിച്ചു ഞാൻ. അപ്പോ നമുക്ക് പൊന്നോ ചെറുത് കുറച്ച് പാക്കാക്കിയാലോ? അജ് പൊടി ഞാൻ എടുത്തരാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊക്കെ കൂടെ ഗിഫ്റ്റ് ചെയ്ത് തരുമോ, പാക്ക് ചെയ്ത് തരുമോ? അവിടെ നിന്ന് ചെയ്യിച്ചൂടെ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ഇത് വേണോ? ഏതൊക്കെ വണ്ടി? 10 രൂപേന്റെ എടുക്കാം. ഇപ്പൊ 30 ആയിട്ടുള്ളൂ. ഇനി ഇതെന്താ കിലോ 100. 30 എന്ത് വിലത്? ഇങ്ങനെ വില ഇടുവോ? 10ന്റെ ഓറിയോ ഉണ്ട്. ഇതൊന്നെടുക്കാം. ഓറിയോ BTS. താങ്ക് യു. മൂപ്പരാക്ക് മനസ്സിലായിക്കണേ എന്റെ സ്വഭാവം കണ്ടറിഞ്ഞപ്പോ. സംഭവം ഞങ്ങളൊരു വീടിന്റെ ഇനോഗ്രേഷന് പോവാണ്. 10 കൊടുക്കാം, ആള് ചില്ലാവട്ടെ. രാത്രി തുറക്കുമ്പോ കാണാ ലൈവ് ഇടൂള്. കൊടുത്തതാണ്. വേറെ മറ്റേ ഇതില്ലടാ, വേറെ ഏത്? 50-50 എടുത്താ? 50-50 20-20 എടുത്താ? 20-20 എടുത്തിട്ടില്ലല്ലോ. ക്രീം ഇല്ലാത്ത മാത്രം വാങ്ങിയാ തിറ്റാ. ക്രീം ഉണ്ടായോ? ക്രീം ഇല്ലാത്തതാ? ഡാർക്ക് അതാ. ഇതുണ്ടായിനു നല്ല റേറ്റ് ഉണ്ടാവും. നോക്കട്ടെ. ഇത് വേണ്ട, 75. പക്ഷെ നമ്മളൊക്കെ ചെറുത് സെലക്ട് ചെയ്തില്ല. ഇത് വേണോ? ഈ 10 ക്രീം ബിസ്ക്കറ്റ് ഒന്നും അവിടെ 10ന്റെ ബിസ്ക്കറ്റ് ഒക്കെ നിരോധിച്ചു. 10ന്റെ ഇതാ ഗുഡ് ആൻഡ് ഇതിന് എത്രയൊക്കെ ഈ സാധനം? ഗുഡ് 40 ഉണ്ടാവും എന്തായാലും. എന്നാ വേണ്ട. ഈ മൊത്തത്തിൽ ഇത് മതിയാരല്ലേ? ഇത് മതിയാ? അത് മതിയാവൂലേ? ഇത് മതിയില്ലേ? കോൽമുട്ടായി വാങ്ങണം. ഒരു കോൽമുട്ടായിന്റെ പകരം ഇവിടെ ബിസ്ക്കറ്റ് ചെയ്യാലേ ചെറുതൊന്നും. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ഇല്ല? അല്ല എന്തുകൊണ്ടില്ല, ഇത്ര മതി. ഫൈനലി ഗൈസ് നമ്മള് ഈ സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രൈ ഇങ്ങനെ ചാടിച്ചു ഇത് കൊടുക്കാം. ചായ ക്ലാസ് ആയിക്കോട്ടെ, എന്നും ചായ അടിക്കട്ടെ. അപ്പൊ ചായ ക്ലാസ്സും ചായക്കുള്ള ബിസ്ക്കറ്റും ആണ് നമ്മളിപ്പോ ഗിഫ്റ്റ് ആയി കൊടുക്കാം. നാളെ മറ്റന്നാളേക്ക് നാളിലുണ്ടല്ലേ? ഇന്നിപ്പോ എന്തായാലും തിന്നൂലല്ലോ. 3, 4, 5, 6, 7 ഒരാഴ്ചക്ക് ബിസ്ക്കറ്റ് ഉണ്ട്. സ്ട്രൈക്ക് കഴിക്കാന് പല ടേസ്റ്റിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മ ബില്ലാക്കിട്ട് വരാം. ബില്ലാക്കി നമുക്ക് ഇതാക്കണം. ഗിഫ്റ്റ് പൊതിയണം, നെട്ടണം. ഗിഫ്റ്റ് ആക്കിട്ട് വരട്ടോ. നിറഞ്ഞു കെടുക്കട്ടെ. എങ്ങനെയുണ്ട്? വരയ്ക്കോ? ചായ ക്ലാസ്സും ഇന്നമ്മ ക്യാമറ ഇരിക്കണ. ഞാൻ മിണ്ടാതിരിക്കട്ടെ. ഓക്കെ, കാണുമ്പോ ഒരു പൊലിവില്ലേ? അത് തുറക്കുമ്പോ വിചാരിച്ചു ഇത് ചെരുപ്പിന്റെ അല്ലേ? വലിയ എന്തോ ഗിഫ്റ്റ് കൊടുന്നേക്കണ ചെക്കൻ. ചായ ക്ലാസ്സും ബിസ്ക്കറ്റും ചായപ്പൊടി ഒരു പരി ഉണ്ടാവും എന്തായാലും. ബലേനോ കാറ് കിട്ടോ കച്ച? ക്ലാൻസ് കാറ് കിട്ടുന്നതായിരിക്കും. 10 കോടി ഓണ സമ്മാനം. ഒപ്പിടട്ടെ, ഷാഹിദിന്റെ ഒപ്പിടാ മോനെ. അനുപ്പിട്ടാ കളിക്ക് കലട്ടാ. ഓ അട്രാക്ഷൻ റെഡ്. ഇത് കാര്യമായിട്ട് എന്തോ കൊടുന്നേക്കണത് ആ താത്ത. ഏതായാലും നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാല്ലേ? നേരെ വണ്ടി എടുത്ത് പോവാം. ബൈ ബൈ ബൈ. എന്നാ ഇന്റെ ഗിഫ്റ്റ്. പിന്നെ ഇതില്ലേ, വയസ്സായ ആൾക്കാരുടെ ഇപ്പൊ തുറക്കരുത് കേട്ടാ. ആരില്ലാത്ത സമയത്ത് തുറക്കണം.
ചാടും എന്തൊരു സാരോ തേങ്ങ എല്ലാരും ഇവിടുന്ന് എന്താ അസ്തഫറിലാക്കുക എല്ലാരും പരിചയപ്പെടാ എല്ലാരും നാട് പേര് പറയും എന്നാ അവിടുന്ന് താങ്ക് യു കിട്ടി സാധനം കിട്ടി റൂം ഏതാ കാണിച്ചോണ്ടാ താജ് തിരക്കി കയറാം ഞാൻ പോയി കാണുന്നുണ്ട് രാത്രി തുറക്കുമ്പോ പേടിക്കും എന്തായാലും ഇത് ശ്രേയന്റെ അച്ഛൻ ഇതാരാ അറിയില്ല അടോണ്ടോ യോ യോ ഹൈ 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 ഈ ആസിഫേ ആസിഫേ റൗഡി മാറി നടാ ഏതാ ശ്രേയന്റെ റൂമ് അറിയില്ലേ വാവ് മാറുന്നല്ല ഏറെക്കേറെ ഞാൻ അറിയില്ല ആ ചോറും പേരതാ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് സുഹൃത്തുക്കൾ ഇതാവും ആ വെൽക്കം ഏതായാലും ചോറ് വെച്ചിട്ട് ബാക്കി നോക്കല്ലേ ഈ റൂം എന്തോ കാണാണ്ട് ഈ റൂമിൽ പ്രത്യേകിച്ച് എന്തോ കാണാനില്ലെങ്കിലും ഓ ഹൈലൈറ്റ് ആയിക്കണു എന്താ പേര് ശ്രീരാജ് എന്ത് ചെയ്യുന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു ചോറ് കഴിച്ചോ ആ വെൽക്കം വെൽക്കം എന്ത് പേര് മാധവ് എന്ത് ചെയ്യുന്നു മാധവ് എന്താ പഠിക്കണേ ബിടെക് മാധവ് ഓ വന്ന താത്ത നല്ല പ്രകൃതി ഉണ്ടല്ലോ അവിടെ ഞാൻ വരക്കളി നിങ്ങളിപ്പോ വ്ളോഗ് കൊടുക്കും പിന്നെ നാട് മൊത്തം കാണും നിങ്ങൾ ഫുള്ള് കാണും ആ നല്ല ക്ലൈമറ്റ് അല്ലേ ഇത് കട്ടുന്നൊന്നല്ല നമ്മളെ സ്വന്തം ആൾക്കാർ പരിപാടിയാണത് എന്ത് രസയ്യാന്ന് നമ്മളെ ആൾക്കാരെ പരിപാടി അല്ലേ നിങ്ങൾ ഇനി ഇത് ലീറ്റാക്കൂല ആ ഓക്കെ പോയില്ല നമ്മളെടുത്ത രാത്രി ഉച്ചയ്ക്ക് ഇതിനെ കുറിച്ച് വിശദീകരിക്ക് ഇത് വളരെ നല്ലൊരു ഇതാണ് അത് നോക്കി പൊട്ടിച്ചോട്ടിട്ടാ ഞാൻ അടുത്ത ആരും വെക്കണ്ട. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നത്തെ സൺഡേത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ സൺഡേയും അല്ല എപ്പോഴെങ്കിലും വാക്കുട്ടി വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് അങ്ങനെ പരിപാടി കൂടി സാധനം കൊടുത്ത് പോന്നു. ഏതെങ്കിലും വ്ളോഗ് കണ്ടിട്ട് അഭിപ്രായം പറയും. എന്നാൽ ഞാനങ്ങോട്ട് പോയാലോ. ഇത് എന്താ വെച്ചാൽ ഫുള്ള് കട്ടി കയറാം. ഫോണെടുത്ത് ഇങ്ങനെ കട്ടി സെറ്റാവും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത കാണാം. ബൈ.